സർക്കാരിൽ നിന്ന് നമുക്ക് ധനസഹായം ലഭിക്കുന്ന ഒരുപാട് സൗജന്യ സ്കീമുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ ആയിരക്കണക്കിന് സാധാരണ കുടുംബങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങാകുന്ന നിരവധി സർക്കാർ പദ്ധതികൾ സജീവമായി നിലവിലുണ്ട്. ഈ വീഡിയോ വീടില്ലാത്തവരും നല്ലോണം കഷ്ടപ്പെടുന്ന എല്ലാവരും ഫുള്ളായി കാണണം. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് പൊന്നു പ്രേക്ഷകരെ. അതായത് വീടില്ലെങ്കിലും ജോലിയില്ലെങ്കിലും വലിയ വലിയ രോഗം കൊണ്ട് മല്ലടിക്കുകയാണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന് ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആ ഹെൽപ്പ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ദൃശ്യമാണ്. പൊന്നു പ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ BJP-ക്കാരോ CPM-കാരോ കോൺഗ്രസ്സുകാരോ ആരുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം പറയാം. നമ്മുടെ ഇന്ന് ഈ മുഖ്യമന്ത്രി ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് നല്ല കാര്യമാണ്. മുഖ്യമന്ത്രിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ, നമസ്കാരം. സർക്കാരിൽ നിന്ന് നമുക്ക് ധനസഹായം ലഭിക്കുന്ന ഒരുപാട് സൗജന്യ സ്കീമുകൾ ഇപ്പോൾ നിലവിലുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് കൃത്യമായി അറിയാം? നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ വലിയൊരു തുക മൂലധനമായി വേണോ? അതോ തല ചായ്ക്കാൻ സ്വന്തമായി ഒരു നല്ല വീട് വാങ്ങണോ? അതുമല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗുരുതരമായ രോഗങ്ങൾ വന്നാൽ ലക്ഷങ്ങൾ ചെലവാകുമെന്ന പേടിയിൽ ജീവിക്കുന്നവരാണോ നിങ്ങൾ? അതുമല്ലെങ്കിൽ വിദേശത്തും സ്വദേശത്തും ഉയർന്ന ശമ്പളമുള്ള ജോലി നേടാൻ സഹായിക്കുന്ന സൗജന്യ കോഴ്സുകളോ വലിയ തുകയുടെ സ്കോളർഷിപ്പുകളോ ആണോ നിങ്ങൾ തിരയുന്നത്? പലപ്പോഴും സർക്കാർ തരുന്ന ഇത്തരം വലിയ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും അറിയാതെ അർഹതയുണ്ടായിട്ടും അത് നഷ്ടപ്പെടുത്തുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ ആയിരക്കണക്കിന് സാധാരണ കുടുംബങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങാകുന്ന നിരവധി സർക്കാർ പദ്ധതികൾ സജീവമായി നിലവിലുണ്ട്. പക്ഷേ അവയിൽ പലതിനെക്കുറിച്ചും സാധാരണക്കാർക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ അറിവ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരായ ഏതൊരു മലയാളിക്കും അപ്ലൈ ചെയ്യാവുന്നതും ഏറ്റവും ഉയർന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ തരുന്നതുമായ 8 കേരള സർക്കാർ പദ്ധതികളെ കുറിച്ചാണ്. വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും പുതുതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്കും സാധാരണക്കാരായ കുടുംബങ്ങൾക്കും ഒരുപോലെ വലിയ സാമ്പത്തിക സഹായം നേരിട്ടെത്തിക്കുന്ന വിപ്ലവകരമായ പദ്ധതികളാണിവ. ഇനി പറയുന്നത് ക്ലിയർ ആയി കൃത്യമായിട്ട് കേൾക്കണം. പലരും വിചാരിക്കുന്നത് ഇത്തരം സ്കീമുകളൊക്കെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കോ മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ്. എന്നാൽ അത് പൂർണ്ണമായും തെറ്റായ ധാരണയാണ്. കൃത്യമായ യോഗ്യതയും ശരിയായ രേഖകളും നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ പൂർണ്ണമായും സുതാര്യമായി ഈ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ ഇനിയും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പദ്ധതി കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ ഭവന പദ്ധതികളിൽ ഒന്നായ ലൈഫ് മിഷൻ തന്നെയാണ്. സ്വന്തമായി ഒരു സുരക്ഷിതമായ വീട് എന്നത് ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റവും നിത്യേനയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം ആ സ്വപ്നം പലർക്കും ഇന്ന് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാതെ വലിയൊരു ബാധ്യതയായി തുടരുകയാണ്. അത്തരത്തിലുള്ള നിർധനരായ ആളുകളെ സഹായിക്കാനാണ് കേരള സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ ഭവനരഹിതരും സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും വീട് വെക്കാൻ പണമില്ലാത്തവരും തകർന്നു വീഴാറായ സുരക്ഷിതമില്ലാത്ത വീടുകളിൽ താമസിക്കുന്നതുമായ കുടുംബങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായ സുരക്ഷിതമായ വീട് ലഭ്യമാക്കുക എന്നതാണ്. ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഈ പദ്ധതിയിലൂടെ സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങുന്നത്. ഇനി നമുക്ക് ഈ പദ്ധതിയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നത് വളരെ ലളിതമായി നോക്കാം. പല വലിയ പദ്ധതികളെയും പോലെ ഇതിനായി നേരിട്ട് എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു ഓൺലൈൻ അപേക്ഷാ സംവിധാനം നിലവിലില്ല. മറിച്ച് ഗവൺമെന്റ് പ്രത്യേകമായി അപേക്ഷ ക്ഷണിക്കുന്ന സമയങ്ങളിലാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമായോ ജനപ്രതിനിധികളുമായോ ബന്ധപ്പെടുക എന്നതാണ്. അവർ ഈ പദ്ധതിയുടെ അപേക്ഷ സ്വീകരിക്കുന്ന സമയം നിങ്ങളെ അറിയിക്കുകയും നിങ്ങൾ അതിന് അർഹനാണോ എന്ന് പരിശോധിക്കാൻ സഹായിക്കുകയും ചെയ്യും. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഭൂമിയുടെ നികുതി രസീത്, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പ്രധാന രേഖകൾ നൽകി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടും സാഹചര്യവും നേരിട്ട് വന്ന് പരിശോധിച്ച് അർഹരുടെ മുൻഗണനാ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തും. ബാക്കി വെച്ച് തരാം. അതായത് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ വാർഡ് മെമ്പർ അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ഈ വീഡിയോ കാണിച്ച് ചോദിച്ചാൽ മതി. ഇത് എപ്പോ ഇതിന്റെ ഒരു ഫോം എപ്പോ കൊടുക്കണം, ഇത് എന്ന് കിട്ടും, അവർ ക്ലിയർ ആയി കൃത്യമായിട്ട് പറഞ്ഞുതരും. നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ പദ്ധതി കേരളത്തിലെ ഓരോ സാധാരണ കുടുംബവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഒരു സാധാരണ കുടുംബത്തിൽ പെട്ടെന്ന് ഒരാൾക്ക് ക്യാൻസറോ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ പോലുള്ള ഗുരുതരമായ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുവരെ അവർ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം മുഴുവൻ ഒരൊറ്റ മാസം കൊണ്ട് ആശുപത്രികളിൽ ചിലവഴിക്കേണ്ടി വരാറുണ്ട്. മെഡിക്കൽ എക്സ്പെൻസ് അത്രയധികം ഉയർന്ന ഈ കാലഘട്ടത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ചികിത്സ കിട്ടണമെങ്കിൽ പല കുടുംബങ്ങളും കടം വാങ്ങുകയോ
വീടും സ്ഥലവും വിൽക്കുകയോ ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ഇത്തരം അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ സാധാരണക്കാർക്ക് പൂർണ്ണമായ സാമ്പത്തിക സംരക്ഷണം നൽകാനാണ് കേരള സർക്കാർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ അർഹരായ ഓരോ കുടുംബത്തിനും 1 വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ തികച്ചും സൗജന്യമായി രാജ്യത്തെ മുൻനിര ആശുപത്രികളിൽ നിന്നും ലഭിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഗവൺമെന്റ് പ്രതിവർഷം 5 ലക്ഷം രൂപയാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം സന്ദർശിച്ചുകൊണ്ട് ഈ സ്കീമിൽ നിങ്ങളുടെ കുടുംബം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും പുതുതായി അപ്ലൈ ചെയ്യാനും സാധിക്കും. അതുമല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലോ മറ്റു പ്രധാന ആശുപത്രികളിലോ ഉള്ള ഹെൽപ്പ് ഡെസ്കിൽ നേരിട്ട് അന്വേഷിച്ചാലും ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കും. കൂടാതെ റേഷൻ കാർഡും ആധാർ കാർഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ പദ്ധതിയുടെ കാർഡ് സ്വന്തമാക്കാം. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയണമെങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെ ഇതിനായി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ നൽകാം. അത് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറുന്നതാണ്. ഇനി മൂന്നാമത്തെ സ്കീം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ കുടുംബങ്ങളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന പദ്ധതിയാണ്. അതാണ് മെഡിസെപ്, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. കേരള സർക്കാർ തങ്ങളുടെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ സുരക്ഷിതത്വം മുൻനിർത്തി നടപ്പിലാക്കുന്ന ഒരു സമഗ്ര മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണിത്. സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്കും അവരുടെ ആശ്രിതർക്കുമാണ് ഈ പദ്ധതിയിലൂടെ മികച്ച ചികിത്സാ സഹായം ഉറപ്പാക്കുന്നത്. നിലവിൽ സർവീസിലുള്ള എല്ലാ ജീവനക്കാരും അവരുടെ ഓഫീസ് മേധാവി അഥവാ DDO മുഖേന വളരെ എളുപ്പത്തിൽ മെഡിസെപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പണം മുൻകൂട്ടി നൽകാതെ തന്നെ അംഗീകൃത ആശുപത്രികളിൽ നിന്നും ഇൻപേഷ്യന്റ് ചികിത്സകൾ തേടാൻ ഇത് ജീവനക്കാരെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ വലിയ പദ്ധതിയിലേക്ക് കടക്കാം. ഇത് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കും പുതിയ ആശയങ്ങളുള്ള സംരംഭകർക്കും വേണ്ടിയുള്ളതാണ്. അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അഥവാ KSUM. ഇന്നത്തെ കാലത്ത് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. നിങ്ങളുടെ കയ്യിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു മികച്ച ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ആവശ്യമായ ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ടും സാങ്കേതിക സഹായവും ഇല്ലാത്തതുകൊണ്ട് മാത്രം പലരും ആ സ്വപ്നം ഉപേക്ഷിക്കുന്നു. അത്തരം പ്രതിഭകളായ ആളുകളെ കണ്ടെത്തി അവരുടെ ആശയങ്ങളെ വിജയകരമായ ഒരു അന്താരാഷ്ട്ര ബിസിനസ് ആക്കി മാറ്റാൻ വേണ്ട എല്ലാ സാമ്പത്തിക ഗ്രാന്റുകളും ലോണുകളും ഓഫീസ് സൗകര്യങ്ങളും നൽകുക എന്നതാണ്. അതാണ് കേരള നോളജ് എക്കണോമി മിഷൻ അഥവാ KKEM. നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാകും ഇതൊരു സാധാരണ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെയുള്ള തൊഴിൽ പോർട്ടൽ മാത്രമാണെന്ന്. എന്നാൽ ഇത് വെറും ഒരു പോർട്ടൽ മാത്രമല്ല. കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ 20 ലക്ഷത്തോളം ആളുകൾക്ക് വരും വർഷങ്ങളിൽ വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഉയർന്ന ശമ്പളമുള്ള ജോലി ഉറപ്പാക്കാൻ KDisk വഴി നടപ്പിലാക്കുന്ന ഒരു വമ്പൻ ബ്രാൻഡ് പദ്ധതിയാണിത്. ഓക്കെ പ്രേക്ഷകരെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, എന്ത് നല്ലൊരു മുഖ്യമന്ത്രിയാണല്ലേ. അധികാരത്തിൽ കയറിയിട്ട് 2 മാസം പോലും ആയിട്ടില്ല, ഇവിടെ ജനങ്ങളെ സേവിക്കാൻ തുടങ്ങി കഴിഞ്ഞു. ബാക്കിയും കൂടി കേൾക്കാം. ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ആഗോള കമ്പനികളിലെ തൊഴിലവസരങ്ങളും അതിനായി നമ്മളെ പ്രാപ്തരാക്കുന്ന സ്കിൽ ട്രെയിനിങ്ങുകളും ലഭിക്കും. നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ knowledgemission.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചോ അവരുടെ DWMS പോർട്ടൽ വഴിയോ പൂർണ്ണമായും സൗജന്യമായി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആറാമത്തെ സ്കീമിലേക്ക് കടക്കാം. അതാണ് അസാപ് കേരള, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. ഇന്നത്തെ മത്സരബുദ്ധിയുള്ള ലോകത്ത് വെറും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിലുണ്ടെങ്കിൽ നല്ലൊരു വലിയ ജോലി കിട്ടാൻ പ്രയാസമാണ്. കമ്പനികൾ നോക്കുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കില്ലുകളാണ്. കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വലിയ സംവിധാനം വഴി ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള അത്യാധുനിക ടെക്നോളജി കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ ചിലവിലോ സൗജന്യമായോ പഠിപ്പിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, റോബോട്ടിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, വിദേശ ഭാഷകൾ എന്നിവയിലെല്ലാം ആഗോള അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ ഇതിലൂടെ നേടാം. നിങ്ങളുടെ കുട്ടികൾക്ക് വലിയ കരിയർ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതത് ജില്ലകളിലെ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ സന്ദർശിക്കുകയോ asapkerala.gov.in വഴി ഓൺലൈനായിട്ടോ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ലിസ്റ്റിലെ ഏഴാമത്തെ സ്കീം പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് നൽകുന്ന ഒരു വലിയ സാമ്പത്തിക സഹായമാണ്. അതാണ് പ്രതിഭ സ്കോളർഷിപ്പ് സ്കീം. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നൽകുന്ന വളരെ പ്രശസ്തമായ ഒരു സ്കോളർഷിപ്പാണിത്. ബേസിക് സയൻസ് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് വിഷയങ്ങളിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് BSc അല്ലെങ്കിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc പഠനത്തിനായി പ്രതിവർഷം വലിയൊരു തുക സ്കോളർഷിപ്പായി ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഗവൺമെന്റ് നൽകും. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ശാസ്ത്ര വിഷയങ്ങളിൽ മികച്ച മാർക്ക് വാങ്ങി ഉയർന്ന ഉപരിപഠനത്തിന് ചേരുന്ന കേരളീയരായ വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇതിന്റെ വിജ്ഞാപനം വരുന്ന സമയത്ത് ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായി വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി നമ്മൾ അവസാനമായി 8ാമത്തെ സ്കീമിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ അമ്മമാർക്കും സഹോദരിമാർക്കും വലിയൊരു അനുഗ്രഹമായ ശരണ്യ പദ്ധതിയാണ്. ഓക്കെ, 8ാമത്തെ നിങ്ങൾ ക്ലിയർ ആയി കൃത്യമായിട്ട് കേൾക്കണം. പൊന്നു പ്രേക്ഷകരെ, എന്ത് നല്ലൊരു മുഖ്യമന്ത്രി. ഞാൻ വീണ്ടും ഇടക്കേറി സംസാരിക്കുന്നത് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാനല്ല. അതായത് ഇല്ലെങ്കിൽ മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ റീച്ച് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ,
ഓക്കെ, നമുക്ക് അവസാനത്തെ 8ാമത് കേട്ടിട്ട് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ VD സതീശൻ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. ഓക്കെ. ശരണ്യ പദ്ധതിയിലൂടെ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിൽ രഹിതരായ വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നിവർക്ക് സ്വന്തമായി ജീവനോപാധി കണ്ടെത്താൻ 50,000 രൂപ വരെ പലിശരഹിത സ്വയം തൊഴിൽ വായ്പയാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ ലോൺ തുകയുടെ 25%, അതായത് പരമാവധി 12,500 രൂപ വരെ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഗവൺമെന്റ് സബ്സിഡി ആയിരിക്കും. അർഹരായ സ്ത്രീകൾക്ക് തയ്യൽ യൂണിറ്റുകളോ ചെറുകിട കച്ചവടങ്ങളോ തുടങ്ങാൻ ഇത് വലിയ സഹായമാണ്. നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയാൽ ഇതിന്റെ അപേക്ഷാ ഫോമും മറ്റു വിവരങ്ങളും ലഭിക്കും. ഇതുവരെ ഞാൻ പറഞ്ഞു തന്ന ഈ 8 പദ്ധതികളും വെറും സൗജന്യ പ്രഖ്യാപനങ്ങൾക്കുമപ്പുറം നമ്മുടെ നാട്ടിൽ കൃത്യമായി വിജയിച്ചു മുന്നേറുന്നതും എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ പവർഫുൾ ഗവൺമെന്റ് പദ്ധതികളാണ്. എന്നാൽ ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിൽ തടസ്സമില്ലാതെ കൃത്യസമയത്ത് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന കാര്യമുണ്ട്. നിലവിൽ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് എപ്പോഴും കൃത്യമായി വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. കൂടാതെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് എന്നിവ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഡിജിറ്റലൈസ് ചെയ്ത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. എങ്കിൽ മാത്രമേ ഒരു പുതിയ സ്കീം വരുമ്പോൾ സർക്കാരിന്റെ സൈറ്റുകളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഇക്കാലത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാത്തരം സാമ്പത്തിക സഹായങ്ങളും വരുന്നത് DBT അഥവാ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ്. അതുകൊണ്ട് ഇടനിലക്കാരുടെയോ അഴിമതിക്കാരുടെയോ യാതൊരു പേടിയും നിങ്ങൾക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്ത ഈ 8 വലിയ പദ്ധതികൾ ഏത് പദ്ധതിയാണ് നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി തോന്നിയത് എന്ന് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും മടിക്കരുത്. ഈ വിവരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും സാധാരണ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ വലിയൊരു അനുഗ്രഹമായി മാറിയേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള ജനപ്രയോജനമുള്ള സർക്കാർ പദ്ധതികൾ, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ അപ്ഡേറ്റുകൾ, പുതിയ ജോലി അവസരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, ഈ മാധ്യമ പ്രവർത്തക പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്കും കിട്ടും സഹകരണം. പൊന്നുപ്രേക്ഷകരെ, നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് സഹായിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതായത് കഴിഞ്ഞൊരു 3 മാസം മുമ്പ് നിതിൻ രാജ് എന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുകയാണ്. കോളേജിലെ റാഗിംഗ് വിഷയത്തിലാണ്. ഓക്കെ. എന്നാൽ ആ കുടുംബത്തിലേക്ക് നേരിട്ട് പോയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി സഹായിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം നിങ്ങളൊന്ന് കാണണം. അതിനുശേഷം മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ വെച്ചു തരാം. അത് സാറല്ല, ഞങ്ങൾ തമ്മിൽ ഇന്ന് വൈകുന്നേരം സംസാരിച്ചോളാം. ഗൗരവമായിട്ട് എടുക്കൊന്നും വിഷമിക്കണ്ട കേട്ടാ. ഉറപ്പായിട്ട് ഞങ്ങൾ നോക്കിക്കോളാം. ധൈര്യമായിട്ടിരുന്നു. ഉറപ്പായിട്ടും കേട്ടാ. ധൈര്യമായിട്ട് പോയിക്കോ. ഞങ്ങൾ സംസാരിക്കോളാം. എല്ലാവർക്കും ചെയ്തോളാം. അതിനുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിട്ടാണെങ്കിലും പറ്റിയ ആളുകളെ വെച്ചിട്ടാണെങ്കിലും ചെയ്യും. ഉറപ്പായിട്ട് ചെയ്യും കേട്ടോ. ഇതിനൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് എനിക്കറിയാം. അത് ചെയ്യാം. ഞാൻ ഇന്ന് തന്നെ ഓഫീസിൽ സംസാരിക്കും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കി. ജാമ്യാവര് 5 രൂപയൊന്നും കൊടുത്തില്ലല്ലോ. സുപ്രീംകോടതി അതൊന്നും കുഴപ്പമില്ല. ജോലി പഠിപ്പിക്കും. ഇനി അങ്ങനെ തമ്മിൽ സംസാരിച്ചോളാം. ഇന്ന് തന്നെ വൈകുന്നേരം ഞാൻ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ കേട്ടോ. സംസാരിക്കാൻ ഞാൻ സംസാരിച്ചോളാം. ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാം. ഓക്കെ, എന്ത് മനോഹരമായ എന്ത് നല്ലൊരു മുഖ്യമന്ത്രിയാണല്ലേ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ പൊന്നുപ്രേക്ഷകരെ? ഇപ്പോൾ നാളെ പിണറായി വിജയനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും. പക്ഷെ എനിക്ക് അവർ ചെയ്യുന്നതൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, നമ്മുടെ മുഖ്യമന്ത്രിയെ ഒരാൾ കളിയാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നടത്തം ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു റീപ്ലൈയും കൂടി കൊടുക്കുന്നുണ്ട്. നമുക്ക് അത് കേട്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഞാനൊരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാണ്. എന്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം അദ്ദേഹത്തിന്റെ ശൈലി അല്ല എന്റെ ശൈലി. P. രാജീവ് എന്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്. എന്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം അദ്ദേഹത്തിന്റെ ശൈലി അല്ല എന്റെ ശൈലി. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഗവൺമെന്റ് ലീഡർമാരുടെ എണ്ണം കൂട്ടിയെന്നാണ്. ഈ ആക്ഷേപം ഉന്നയിച്ച ഈ മന്ത്രി നിയമമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 3 സ്പെഷ്യൽ GPമാരെയും 3 GPമാരെയും നിയമിച്ചു. 5 10 6 16 പേരെ പിണറായി വിജയന്റെ കാലത്ത്
നിയമിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഇതേ നിയമമന്ത്രി നിലവിലുള്ള GP-മാരുടെ എണ്ണം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുതിയ ഗവൺമെന്റ് GP-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് പരിഹസിക്കുന്നവരെ കുറിച്ച് ഞാൻ എന്തു പറയും? നമ്പർ ഓഫ് കേസസ് കൂടുകയാണ് കേരളത്തിലെ ഹൈക്കോടതിയിലെ. അപ്പൊ അത് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് 23 പേരുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞ പ്രൊപ്പോസൽ വന്നു. നമ്മളത് 23 സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങൾ കാരണം അത് 12 പേരാക്കി ചുരുക്കി. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നേരത്തെ ചെയ്ത ആളുകൾ ഇപ്പൊ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വിമർശിക്കുന്നത്, ഇവരുടെയൊക്കെ വിമർശനത്തിന്റെ അടിത്തറ എന്താണ്? ഓക്കെ, ഒരു കാര്യം പറയാം. ഈ മുഖ്യമന്ത്രി VD സതീശന് ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി പ്രാർത്ഥിക്കുന്നത്. പൊന്നു പ്രേക്ഷകരെ, നമ്മൾ ഇന്നവരെ കണ്ടിട്ടുണ്ടോ ഇങ്ങനൊരു മുഖ്യമന്ത്രി? എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ നാട്ടിൽ മഴ വന്നിട്ട് റോഡൊക്കെ പൊളിഞ്ഞെന്ന് വെക്കൂ. പണ്ട് മുഖ്യമന്ത്രിമാരൊക്കെ ഏജൻസികളെ അയക്കും അത് പോയി നോക്കാൻ വേണ്ടി. ഇപ്പൊ അങ്ങനെയല്ല. ഈ VD സതീശൻ തന്നെ നേരിട്ട് വരികയാണ്, പരിഹരിക്കുകയാണ്. വല്ലാത്ത നല്ലൊരു മുഖ്യമന്ത്രി തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ VD സതീശനെ പൊക്കി പറയുന്നതൊന്നുമല്ല. എൻ്റെ കണ്ണിൽ കാണുന്ന എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിന്റെ പ്രകാരമാണ് ഞാൻ പറയുന്നത്. പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. പൊന്നാര പ്രേക്ഷകരെ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ BJP-ക്കാരും CPM-കാരും UDF-കാരുമായിരിക്കും. ഒരൊറ്റ കാര്യം പറയാം. ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളെ സേവിക്കുന്നവനെ, നിങ്ങളുടെ സങ്കടം കേൾക്കുന്നവനെ നിങ്ങൾ ജയിപ്പിക്കണം. അവൻ BJP ആയാലും LDF ആയാലും കോൺഗ്രസ്സുകാരനായാലും ഒരു അപകടം സംഭവിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരുത്തനെ വേണം നിങ്ങൾ ജയിപ്പിക്കാൻ. അതിനൊരു റിസൾട്ടാണ് നമ്മളെല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും ഏകദേശം 97-98% വരുന്ന ആൾക്കാർ പ്രാർത്ഥിച്ചെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അതിന്റെ എല്ലാ ക്വാളിറ്റിയും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി വിടാൻ വരാം. ഓക്കെ, ബൈ.